ഇന്നത്തെ അത്താഴവും ട്രെയിനിൽ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ നോമ്പ് തറ അത് വീട്ടിലായിരിക്കും കേട്ടോ. ബിരിയാണിയാണ് ഈ വൻ ഷോക്കായിരുന്നു. റൈസ് ഒന്നും വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നോമ്പ് എടുക്കണ്ടേന്ന് വിചാരിച്ച് ഒരു കണക്കിന് അത് കഴിച്ചു എന്ന് പറയാം. ട്രെയിനാണെങ്കിൽ കറക്റ്റ് സമയത്തെത്തി വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാൻ പറ്റണേന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. അങ്ങനത്തെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നോക്കിന്ന് നമ്മുടെ ചാലക്കുടി വരെ എത്തി. അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ കാണുന്നവരൊക്കെ അറിയായിരിക്കും ഞാനൊരു ചാലക്കുടിക്കാരിയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങണത് ചാലക്കുടിയിലല്ല, നമ്മൾ ആലുവയിലായിട്ട് ഇറങ്ങണേ. കാരണം കെട്ടിയവന്റെ വീട് മൂവാറ്റുപുഴയാണ്. അങ്ങനെ ആലുവ എത്തറയിപ്പിക്കും നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമുക്ക് പോയിപ്പോ ആകെ 2 ബാഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോ ചെറുതായിട്ടൊന്ന് ബാഗുകളുടെ എണ്ണം കൂടി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയതാ. പിന്നെ ട്രിപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് വരാട്ടോ. കാരണം പെരുന്നാളിന്റെ നോമ്പിന്റെ ഒക്കെ നമുക്ക് കുറെ വിശേഷങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ നമ്മൾ കറക്റ്റ് നോമ്പ് തുറക്കണ സമയത്തേക്കും വീട്ടിലെത്തി. മേശപ്പുറത്ത് ദൈവം എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുത്ത് നോമ്പൊക്കെ തുറന്നു. പിന്നെ കഴിക്കാനായിട്ട് പത്തിരി കോഴിക്കറി ഉണ്ടായിരുന്നു. കുറെ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നോണ്ടാണെന്ന് അറിയില്ല, ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.